polymerase chain reaction or PCR. 6th semester B.Pharm Pharmaceutical Biotechnology Unit 2 വരുന്ന ഒരു ലാസ്റ്റ് ടോപ്പിക് ആണ് ഇൻട്രൊഡക്ഷൻ ടു PCR എന്ന് പറയുന്നത്. Brief introduction to PCR എന്ന് പറയുന്നത്. But when you are looking into the questions, there are lots of questions as an essay, 2-mark question as well as 5-mark question. Explain the steps involved in the PCR, describe the steps involved in the PCR, write in detail about the PCR, explain the PCR, step involved in the PCR, what is RT-PCR. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. RT-PCR കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടിട്ടുണ്ടായിരുന്നു? കൊറോണ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു RT-PCR എന്ന് പറയുന്നത്. അപ്പൊ എന്താന്നുള്ളത് നമുക്ക് ഇതിൽ പഠിക്കാം. ഓക്കെ, so this is the learning objective. By the end of the session, students will able to define PCR. They will able to describe essential components for the PCR. They will able to explain the sequential steps of the PCR. They will able to illustrate how the PCR amplify the DNA, and they will able to discuss the applications of PCR in different field like engineering, medicines and pharmaceutical biotechnology. Okay, so let's start with the definition of PCR, polymerase chain reaction. ആദ്യം തന്നെ അതിന്റെ എക്സ്പാൻഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. polymerase chain reaction എന്നുള്ളതാണ്. So it's an cell-free amplification technique for synthesizing multiple identical copies in billions of any DNA of interest. Or another definition, it's an laboratory in vitro application technique for generating large quantity of specified DNA. So we have two options to replicate one DNA. One is rDNA technology, recombinant DNA technology. We have to isolate the desired DNA, and we have to ligate with the vector, and we have to transfer to an host, and we have to multiply the host. അതാണ് നമ്മൾ rDNA ടെക്നോളജിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു സെല്ല് യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജിയാണ്. സെല്ല് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വേണ്ടി വരും? അത് കൾച്ചർ ചെയ്യാനുള്ള കൾച്ചർ മീഡിയ വേണ്ടി വരും, അതിന് വേണ്ട ടെമ്പറേച്ചർ വേണ്ടി വരും. അപ്പൊ അതൊന്നും ഇല്ലാതെ സെല്ല് യൂസ് ചെയ്യാതെ തന്നെ DNA റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡിനെയാണ് നമ്മൾ PCR എന്ന് പറയാ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സെൽ ഫ്രീ ആംപ്ലിഫിക്കേഷൻ ടെക്നിക് ഫോർ സിന്തസൈസിങ് multiple identical copies of DNA, or this is an in vitro method, outside the cell നടത്തുന്ന DNA replication method ആണ്. And it was developed by Carix Mullis. He got Nobel Prize in 1993 for this discovery. PCR ന്റെ ഡിസ്കവറിക്ക് Nobel Prize കിട്ടിയിട്ടുണ്ട്. And what is the role of PCR in rDNA or genetic engineering? This is an photocopier machine or Xerox machine used in the genetic engineering. ഒരു ഓഫീസിൽ എങ്ങനെയാണോ ഒരു സെറോക്സ് മെഷീൻ വർക്ക് ചെയ്യുന്നത്, അതേ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് PCR എന്ന് പറയുന്നത്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഇൻ ആൻഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഓർ rDNA ടെക്നോളജി. ഓക്കെ, മോളിക്കുലാർ ബയോളജി ലബോറട്ടറിയിൽ നമ്മൾ സെറോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് PCR എന്ന് പറയുന്നത്. ഓക്കെ, now coming to what are the requirements for ideal requirement for PCR. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു PCR ചെയ്യാൻ വേണ്ടത്? സോ ഫസ്റ്റ് വൺ ഈസ് ദ ടാർഗറ്റ് DNA. ഒരു ടാർഗറ്റ് DNA, ഏത് DNA ആണോ നമുക്ക് കോപ്പി ചെയ്യേണ്ടത് ആ സാധനം വേണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി വിത്തിൻ ബേസ് പെയർ റേഞ്ച് ഓഫ് 100 to 35,000 ബേസ് പെയർ. 100 ബേസ് പെയർ മുതൽ 35,000 ബേസ് പെയർ വരെയുള്ള അത്രയും ലെങ്തിലുള്ള DNA സെഗ്മെന്റ് മാത്രമേ നമുക്ക് ഇതിനെ കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. ആൻഡ് വി നീഡ് 2 primers ലൈക്ക് സിന്തറ്റിക് ഒളിയോ ന്യൂക്ലിയോടൈഡ്സ് ഓഫ് 17 to 30 ന്യൂക്ലിയോടൈഡ് ലെങ്ത്. ഇപ്പൊ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്? അഡിനിൻ ആണെങ്കിൽ അഡിനിൻ ട്രൈഫോസ്ഫേറ്റിന്റെ രൂപത്തിൽ ഡിയോക്സിറൈബോ ഷുഗറും ഒരു നൈട്രജൻ ബേസും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി വന്ന സാധനമാണ് ഒരു ന്യൂക്ലിയോടൈഡ്. അങ്ങനെ 17 to 30 ന്യൂക്ലിയോടൈഡ് വരെയുള്ള ചെറിയ ചെറിയ പീസ് ഓഫ് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസസുകൾ നമുക്ക് വേണം. Then we need deoxynucleotide triphosphate. There are 4 deoxyribonucleotide triphosphate: ATP, CTP, GTP and TTP. D indicate deoxyribo. അത് മാത്രമേ ഉള്ളൂ. ട്രൈഫോസ്ഫേറ്റ് ആണ്. അഡെനിൻ ട്രൈഫോസ്ഫേറ്റ്, cytosine triphosphate, guanine triphosphate and thymine triphosphate. Deoxyribo
ബാക്കി ആ സാധനം ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്ന ന്യൂക്ലിയോടൈഡ് സീക്വൻസ് വേണം. ആൻഡ് വി നീഡ് ആൻ തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് എൻസൈം. DNA പോളിമറൈസ് ചെയ്യാനുള്ള ഒരു എൻസൈം വേണം. അതിന്റെ പേരാണ് DNA പോളിമറൈസ് എൻസൈം, അല്ലെങ്കിൽ TAQ എന്നൊക്കെ പറയുന്ന സാധനമാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു DNA പോളിമറൈസ് എൻസൈമിന്റെ എക്സാമ്പിൾ ആണ് capital T, small a and small q, TAQ, from one microorganism which can withstand up to 95 degrees Celsius. And we need some reaction buffers as well as magnesium for the process. And we need an equipment which is known as thermal cycler instrument, in which we can adjust the temperature of the process from 94 to 98 to 54 to 65 to 70 to 74, and in a short period of time. ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഒരു ടെമ്പറേച്ചർ സൈക്കിൾ നടത്താൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റും കൂടി വേണം നമുക്ക് ഈ PCR ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഒരു ടാർഗറ്റ് DNA വേണം, 2 പ്രൈമറുകൾ വേണം, ഡിയോക്സി ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ് വേണം, ഒരു തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള DNA പോളിമറൈസ് എൻസൈം വേണം, റിയാക്ഷൻ ബഫർ മഗ്നീഷ്യം വേണം, തെർമോസൈക്ലർ ഇൻസ്ട്രുമെന്റ് വേണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് PCR? As we know, we are going to multiply or amplify the target DNA. Target DNA ന്റെ സ്ട്രക്ചർ നമുക്കറിയാം, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്, ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, സോ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ മനസ്സിലാക്കുക. സോ ദിസ് പ്രോസസ് വിൽ ഇൻക്ലൂഡ് 3 steps: denaturation, annealing and extension, and repeating of these 3 process. ഇതാണ് ഈ നടക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് denaturation, the initial we have the double stranded DNA, double helical structure ഉള്ള double stranded DNA ആണ് ഉണ്ടാവുക. And during the denaturation step, by increasing the temperature to 95 degrees Celsius, the double stranded DNA will be separated into single stranded DNA. Okay, അതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ നടക്കുന്ന denaturation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് annealing. It will be done at 55 degrees Celsius, and during this process we will add the nucleotide sequence primer so that it will join in this single stranded DNA in complementary way. 3' end to 5' endലോട്ട് അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള നൈട്രജൻ ബേസസുകൾ അതിലോട്ട് ജോയിൻ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ നടക്കുക. പ്രൈമർ ഹൈബ്രിഡൈസ് ടു കോംപ്ലിമെന്ററി സിംഗിൾ സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ്സ്, 2 ഡയറക്ഷനിലോട്ടും അത് 3' end നിന്ന് 5' endലോട്ടുള്ള ഡയറക്ഷനിലോട്ട് ഈ നമ്മൾ ആഡ് ചെയ്യുന്ന പ്രൈമറുകളും അതുപോലെ തന്നെ ന്യൂക്ലിയോടൈഡ് സീക്വൻസും അതിലോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈസ് എക്സ്റ്റൻഷൻ. ബൈ ദ യൂസ് ഓഫ് DNA പോളിമറൈസ് എൻസൈം it will synthesize the new strand. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇനീഷ്യലി നമുക്ക് എടുക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് DNA, ഒറ്റ പീസ് ഓഫ് DNA ആണ് ഉണ്ടാവുക. ഫൈനൽ ഒരു സ്റ്റെപ്പ് കഴിയുന്ന സമയത്ത് ഓരോ സ്ട്രാൻഡിൽ നിന്നും പുതിയ ഓരോ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് ഉണ്ടാവുക. അപ്പൊ അതായത് if we are using one single double stranded DNA, by the end of one step we will get 2 double stranded DNA. ഒരു സ്റ്റെപ്പ് കഴിയുന്ന സമയത്ത് നമുക്ക് 2 ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് കിട്ടുക. ആ 2 ഡബിൾ സ്റ്റാൻഡേർഡ് DNA നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അതിൽ ഓരോ സ്ട്രാൻഡും പഴയതായിരിക്കും, ഒരു സ്ട്രാൻഡ് പുതിയതായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഒരു സ്ട്രാൻഡ് പഴയതും ഒരു സ്ട്രാൻഡ് പുതിയതും എന്നുള്ള രീതിയിലായിരിക്കും ഇതിലുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ 1 യൂസ് ചെയ്താൽ 2 കിട്ടും. ഇപ്പൊ 2 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. നമുക്ക് എത്ര കോപ്പിയാണോ വേണ്ടത് അത്ര സൈക്കിള് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് സൈക്ലിംഗ് ദ ഔട്ട്കം. നമ്മൾ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. യൂഷ്വലി ഒരു 32 ടൈംസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് സൈക്കിൾ ചെയ്യുക. 32 ടൈംസ് ഒക്കെ നമ്മൾ ഇത് ഫോക്കസ് ചെയ്യുന്ന സൈക്കിൾ ചെയ്യുന്ന സമയം കൊണ്ട് ഒരു ബില്യൺ DNA കോപ്പീസുകളൊക്കെ നമുക്ക് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സെയിം ഈസ് ദ സ്റ്റെപ്സ്. മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സെയിം തന്നെയാണ് എഴുതാനുള്ള, കുറച്ചുകൂടി ഒന്ന് സ്പെസിഫിക് ആവണമെന്ന് മാത്രം. പ്രിൻസിപ്പിൾ എഴുതുന്ന സമയത്ത് ഡബിൾ സ്റ്റാൻഡേർഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആവുന്നു, സിംഗിൾ സ്റ്റാൻഡേർഡ് ഹൈബ്രിഡൈസ് ചെയ്യുന്നു, അതിനെ പോളിമറൈസ് ചെയ്യുന്നു എന്ന് മാത്രം എഴുതിയാൽ മതി. സ്റ്റെപ്പ് എഴുതുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. എത്ര ടെമ്പറേച്ചർ ആണ്, എന്താണ് ആഡ് ചെയ്യുന്നത്, എത്ര ടൈം ആണ് ഹീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ അതിൽ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് സൈക്കിൾ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഡീനാച്ചുറേഷൻ, അനീലിംഗ് ഓർ റീനാച്ചുറേഷൻ, ഇലോങ്ങേഷൻ ഓർ എക്സ്റ്റൻഷൻ ഓർ സിന്തസിസ്. ദീസ് ആർ ദ പ്രോസസ്. ഓക്കെ, അപ്പൊ ഇനി ഫസ്റ്റ് വൺ ഇസ് ഡീനാച്ചുറേഷൻ. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീനാച്ചുറേഷൻ ആണ്. And it has to be done at
94 to 98 degree Celsius for 20 to 30 seconds. ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 94 to 98 ഡിഗ്രി സെൽഷ്യസിൽ 20 to 30 seconds ആണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. സോ വാട്ട് വിൽ ഹാപ്പൻ, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹെലിക്കൽ സ്ട്രക്ചറിലുള്ള ഈ ഹൈഡ്രജൻ ബോണ്ട് മെൽറ്റ് ആയിട്ട് 2 സിംഗിൾ സ്റ്റാൻഡേർഡ് DNA നമുക്ക് കിട്ടുക എന്നുള്ളതായിരിക്കും ഫസ്റ്റത്തെ സ്റ്റെപ്പിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്. മോളിക്കുലാർ മെക്കാനിസം നോക്കുന്ന സമയത്ത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡീനാച്ചുറേറ്റ് ചെയ്ത് ടു സ്ട്രാൻഡ്സ് ഓഫ് DNA ആയിട്ട് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്, ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത്. Now coming to the second step, we have to decrease the temperature, or we have to cool the solution very slowly into 54 to 65 degrees Celsius for 20 to 40 seconds. 54 to 65 degrees Celsius and maintain for 20 to 40 seconds. അതാണ് അവിടെ വേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. So during this phase there will be a joining of primer with the complementary region of the single stranded DNA. അപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ 2 സ്ട്രാൻഡ് ഉണ്ടായിരുന്ന DNA, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒറ്റ DNA ആയിട്ട് നിന്നിരുന്നത് 2 സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയിട്ട് മാറിയിട്ടുണ്ട്. ആ DNA കോംപ്ലിമെന്ററി സൈറ്റിലോട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പ്രൈമറുകൾ അവിടെ വന്ന് ജോയിൻ ചെയ്യാൻ തുടങ്ങും. അത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് ജോയിൻ ചെയ്യാം. അതൊരിക്കലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചെയിൻ ആയിട്ടല്ല ജോയിൻ ചെയ്യുന്നുണ്ടാവുക, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ജോയിൻ ചെയ്യാം. ആൻഡ് ഡ്യൂറിങ് ദിസ് സ്റ്റെപ്പ് വി ഹാവ് ടു ആഡ് മോർ കോൺസെൻട്രേഷൻ ഓഫ് പ്രൈമർ. That is the another important point to be noted. We have to add more concentration of primer in order to avoid the hybridization of the 2 single stranded DNA. അവിടെ ഓൾറെഡി ഇപ്പൊ എന്താ ഉള്ളത്, 2 സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ട്. ആ 2 സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വീണ്ടും ഒന്നായി കഴിഞ്ഞാൽ നമ്മൾ ആംപ്ലിഫിക്കേഷൻ പ്രോസസ് അവിടെ നടക്കൂല. നമ്മൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഡീനാച്ചുറേറ്റ് ചെയ്തത്? ഈ ഓരോ സ്ട്രാൻഡിൽ പുതിയ 2 സ്ട്രാൻഡ്സുകൾ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് രണ്ടും ജോയിൻ ചെയ്യാതിരിക്കാൻ വേണ്ടി ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രൈമർ നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ എൻഷുർ അനീലിംഗ് ഓഫ് DNA വിത്ത് ദ പ്രൈമർ, നോട്ട് വിത്ത് ദ DNA ആൻഡ് DNA. ഓൾറെഡി ഉള്ള 2 DNA സ്ട്രാൻഡുകൾ ജോയിൻ ചെയ്യാതെ ആ DNA സ്ട്രാൻഡിലോട്ട് പ്രൈമർ ജോയിൻ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ് അവിടെ നടക്കും. ഓക്കെ, ആൻഡ് ഡ്യൂറിംഗ് ടു ദ എൻഡ് ഓഫ് ദിസ് പ്രോസസ് വി വിൽ ഹാഡ് ആൻ ഈറ്റ് സ്റ്റേബിൾ DNA polymerase which is known as DNA polymerase TAQ or PFU polymerase. Okay, the advantage of using this heat stable polymerase is we can reuse this polymer for the next cycle. അടുത്ത സൈക്കിളിന് പുതിയൊരു പോളിമർ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദേ ആർ thermostable. They can withstand up to 95 degrees Celsius, which is used for denaturation step. Denaturation സ്റ്റെപ്പിന് യൂസ് ചെയ്യുന്ന അടുത്ത സൈക്കിളിന്റെ ഡീനാച്ചുറേഷനിൽ യൂസ് ചെയ്യാൻ പോകുന്ന ടെമ്പറേച്ചറിനോടും വിത്ത്സ്റ്റാൻഡ് ആയിട്ടുള്ള ഒരു DNA പോളിമറൈസ് എൻസൈം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റും, ഈ DNA പോളിമറൈസ് അടുത്ത സ്റ്റെപ്പിലാണ് ആക്ട് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ഏതാണ്? എക്സ്റ്റൻഷൻ, ഇലോങ്ങേഷൻ ഓർ സിന്തസിസ്. 3 പേരും പറയാറുണ്ട്. ഫസ്റ്റത്തതിന് ഡീനാച്ചുറേഷൻ എന്നാണ് പറയാ, രണ്ടാമത്തതിന് അനീലിംഗ് അല്ലെങ്കിൽ റീനാച്ചുറേഷൻ എന്നാണ് പറയാ, മൂന്നാമത്തെ സ്റ്റെപ്പിന്റെ പേര് എക്സ്റ്റൻഷൻ, ഇലോങ്ങേഷൻ അല്ലെങ്കിൽ സിന്തസിസ് എന്നാണ് പറയാ. സോ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് TAQ DNA polymerase, which is an heat resistant DNA polymerase which can withstand up to 95 degrees Celsius, this will polymerize the discontinuous fragments of the DNA which is combined with the primer. പ്രൈമറുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ സ്ട്രാൻഡ്സിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു കണ്ടിന്യൂസ് പോളിമർ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ പ്രോസസ്സിൽ നടക്കുക. ഓക്കെ, അപ്പോ ദിസ് ഈസ് ദ കീ. സാധാരണ നടക്കുക 3' ഹൈഡ്രോക്സി എൻഡിലാണ് ഈ കോംപ്ലിമെന്ററി ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളൊക്കെ വന്ന് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ദ പ്രോസസ് ഓഫ് DNA formation is semi-conservative result, will produce a semi-conservative result, which means, as I mentioned before, the new strand which is produced for the DNA will be new and one strand will be the old. ഡബിൾ സ്റ്റാൻഡ് പുതിയ ഉണ്ടാവുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ഒരു സ്ട്രാൻഡ് പഴയ DNA സ്ട്രാൻഡും ഒരു സ്ട്രാൻഡ് പുതിയ DNA സ്ട്രാൻഡും ആയിരിക്കും. ഓക്കെ, ആൻഡ് വി വിൽ റിപ്പീറ്റ് ദ സൈക്കിൾ ടു 20 to 40 റിപ്പീറ്റേഷൻ. ഓരോ സൈക്കിളും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച്
ഫസ്റ്റത്തെ സൈക്കിളിൽ എത്ര DNA കിട്ടും? 2 DNA കിട്ടും. രണ്ടാമത്തെ സൈക്കിളിൽ എത്ര DNA കിട്ടും? 4 DNA കിട്ടും. മൂന്നാമത്തെ സൈക്കിളിൽ എത്ര DNA കിട്ടും? 8 DNA കിട്ടും. അങ്ങനെ നമ്മൾ 32 അല്ലെങ്കിൽ 40 റിപ്പീറ്റേഷൻ സൈക്കിളൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഗ്രേറ്റർ ദാൻ 1 ബില്യൺ കോപ്പീസ് ഒക്കെ നമുക്ക് DNA ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, കാരണം ഉണ്ടാവുന്ന ഓരോ DNAയും അടുത്ത സൈക്കിളിലെ ഡീനാച്ചുറേഷൻ സംഭവിക്കുന്ന വീണ്ടും അത് 2 സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയിട്ട് മാറുകയാണ്. അതിലാണ് റീനാച്ചുറേഷൻ സംഭവിക്കുന്നത്, ഇലോങ്ങേഷൻ സംഭവിച്ച് പുതിയ DNA ആയിട്ട് മാറുന്നത്. ഓക്കെ, now towards the end of 20 to 40 repetition, in order to complete the final elongation, ആ സൈക്കിള് നമ്മൾ എത്ര സൈക്കിളാ വേണ്ടെന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്. സൈക്കിള് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി വി വിൽ ചേഞ്ച് ദ ടെമ്പറേച്ചർ ടു 70 to 74 degree Celsius for 5 to 15 minutes. ബാക്കിയുള്ളതൊക്കെ 20 to 30 സെക്കൻഡ് ആണ് നമ്മൾ കൊടുക്കുന്ന ടൈം പീരിയഡ് എന്ന് പറയുന്നത്. Towards the end, we will keep the temperature at 70 to 74 degree Celsius for a duration of 5 to 15 minutes. 5 to 15 minutes. Okay, അപ്പോ എത്ര 30 സൈക്കിൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി 30 സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം 5 to 15 minutes 70 to 74 degree Celsiusൽ in order to ensure the extension process or final elongation വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്നത്. സോ ഇനീഷ്യലി വി വിൽ ബി അറ്റ് ദ റൂം ടെമ്പറേച്ചർ, സോ ദാറ്റ് വിൽ ബി ഇൻ ദ ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ. And when we go for the DNA denaturation at 94 to 95 degree Celsius, it will be separated into 2 single standard DNA. When during the primer annealing or renaturation, we will reduce the temperature to 42 of 55 to 65 degree Celsius, so that there will be an complementary DNA formation on the each single stranded DNA. And during the primer extension process towards the 3' to 5' end, there will be an action of DNA polymerase enzyme to complete the continuous formation of the chain. Okay, അതാണ് നടക്കുക. അപ്പൊ ഇതാണ് ഒരു ടെമ്പറേച്ചർ സൈക്കിൾ ഫോർ 1 സൈക്കിൾ, ആൻഡ് വി വിൽ റിപ്പീറ്റ് ദിസ് ഫോർ ഹൗ മെനി സൈക്കിൾ. ഇതാണ് നമ്മൾ സെമി കൺസർവേറ്റീവ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനീഷ്യലി വി ഹാവ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA. During the first cycle, the double stranded DNA will be separated into 2 single stranded DNA, and there will be an complementary primer joining to complete the new DNA with 1 old strand and 1 new strand. ഇവിടെയും അതുപോലെ ഒരു ഓൾഡ് സ്ട്രാൻഡും ഇവിടെയും ഒരു ന്യൂ സ്ട്രാൻഡും ഉണ്ടാവും. So for the second cycle, we have 2 double stranded DNA. 2 double stranded DNA പീസസുകളാണുള്ളത്. ആ 2 എണ്ണമാണ് അടുത്ത സൈക്കിളിലോട്ട് പോകുന്നത്. സോ 2 double stranded DNA will be denatured into 4 single stranded DNA first. Then it will renaturate. Then it will elongate to form 4 double stranded DNA. Okay. During the third cycle, this 4 will be separated into 8 single stranded DNA, and the complementary DNA will be formed for each strand, and there will be 8 single double stranded DNA towards the end of third cycle. ഇങ്ങനെ നമ്മൾ ഇനി അടുത്ത 4th സൈക്കിളിൽ പോകുന്ന സമയത്ത് ഇവിടെ 8 സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടായിട്ട് അതിന്ന് 8 ഡബിൾ സ്റ്റാൻഡേർഡ്, ഓൾറെഡി ഇവിടെ 8 എണ്ണമാണുള്ളത്. ഇത് സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് 16 സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടാവും. ആ 16 എണ്ണമാണ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആയിട്ട് വരിക. ഇങ്ങനെ അടുത്ത ഓരോ സൈക്കിൾ പോകുന്ന സമയത്തും ഇത് ഡബിൾ ആയിക്കൊണ്ടിരിക്കും. ജിയോമെട്രിക്കൽ പ്രോഗ്രഷൻ വഴി പ്രോഗ്രസ് ചെയ്തിട്ട് ഒരു 32 സൈക്കിൾ ഒക്കെ ആവുന്ന സമയത്താവുമ്പോഴേക്കും 1 മില്യൺ ഫോൾഡ് നമ്പർ ഓഫ് DNA വിൽ ബി ആംപ്ലിഫൈഡ്. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. റിപ്പീറ്റേഷൻ ആണ് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്ന സംഗതി. എത്ര കോപ്പി വേണമെന്ന് തീരുമാനിക്കുന്ന ഹൗ മെനി സൈക്കിൾ വി ഹാവ് ടു റൺ PCR എന്നുള്ളതാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, now coming to the key factors which will give an optimized PCR. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമുക്കൊരു ഒപ്റ്റിമം ആംപ്ലിഫിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് factor is primer. So if we are adding an primer with a length of 17 to 30 nucleotide sequence, that will be ideal for optimum PCR efficiency. And the property of primer should be, it will be non-secondary structure as well as no self complementary in nature. അത് തമ്മിൽ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ബോണ്ട് ഉണ്ടാവാത്ത രീതിയിലുള്ള പ്രൈമറുകളായിരിക്കണം. അതിന് സെക്കൻഡറി സ്ട്രക്ചർ, അതായത് സൈഡ് ചെയിനുകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ന്യൂക്ലിയോഡ് സ്ട്രാൻഡുകളായിരിക്കണം.
നൈട്രജൻ ബേസിന്റെ സീക്വൻസ് നമ്മൾ പറയുന്ന സമയത്ത് അത് സ്ട്രെയിറ്റ് ലൈനിലുള്ള 17 to 30 ന്യൂക്ലിയോടൈഡ് വരെയുള്ള സീക്വൻസ് ഉള്ള പ്രൈമറുകളായിരിക്കണം അതിന് വേണ്ടത്. ഓക്കെ, ആൻഡ് second one is DNA polymerase. So we have to use an thermostable DNA polymerase. Usually we have two options, TAQ DNA polymerase as well as PFU DNA polymerase. Both are heat resistant, both can be used, but there is a disadvantage for TAQ DNA polymerase. They do not have any proofreading activity. അപ്പോൾ DNA polymerase, TAQ DNA polymerase യൂസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡിസൈർഡ് ടാർഗറ്റ് DNAന്റെ അതേ കോപ്പി ആണോ ഉണ്ടാവുന്നത് ആണോ അല്ലേ എന്ന് പ്രൂഫ് റീഡിംഗ് നടത്താനുള്ള എബിലിറ്റി ആർക്കില്ല? TAQ DNA പോളിമറേസിനില്ല. അപ്പൊ അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോളിമറേസ് ആണ് PFU DNA പോളിമറേസ് എന്ന് പറയുന്നത്, വിച്ച് ഹാവ് ആൻ പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റി ആൾസോ. പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റിയും കൂടിയുള്ള ഒരു DNA പോളിമറേസ് ആണ് PFU DNA പോളിമറേസ് എന്ന് പറയുന്നത്. Now length of the target DNA. അപ്പൊ എത്ര വരെയുള്ള ടാർഗറ്റ് DNA നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു? അപ് ടു 10 കിലോ ബേസ് പെയർ വരെ ആണ് ഒപ്റ്റിമം റിസൾട്ട് തരുന്ന മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത്. 0 to 10 കിലോ ബൈസ്, അതായത് 10 into 1000 ബേസ് പെയർ, അതായത് 10,000 ബേസ് പെയർ വരെയുള്ള ടാർഗറ്റ് DNA ഈസി ആയിട്ട് ഒപ്റ്റിമം ആയിട്ട് നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും. ആൻഡ് വിത്ത് GC റിച്ച് റീജിയൻ ഫോർ ദ ടാർഗറ്റ് DNA ഹാവ്, അങ്ങനെയുള്ള റീജിയൻ ആണെന്നുണ്ടെങ്കിൽ അത് ആംപ്ലിഫിക്കേഷന് യൂഷ്വലി ഹിൻഡർ ചെയ്യാണ് ചെയ്യാം. നോർമൽ ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സിനെ ഹിൻഡർ ചെയ്യുന്ന ഒരു അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് അതിൽ വരുന്ന സീക്വൻസ് ആണ്. ഗ്വാനിനും സൈറ്റോസിനും കൂടുതലായിട്ട് വരുന്ന നൈട്രജൻ ബേസസ് ഉള്ള ടാർഗറ്റ് DNA ആണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹിൻഡർ ദ ആംപ്ലിഫിക്കേഷൻ പ്രോസസ്. ആൻഡ് if you are adding any kind of promoters or inhibitors, if you are adding promoters like bovine serum albumin, it will promote the PCR, and if you are adding any inhibitors like humic acid, it will inhibit the PCR. ടോട്ടൽ PCR-നെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് ഈ ഹ്യൂമിക് ആസിഡ് പോലെയുള്ള ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് യൂഷ്വലി സീൻ ഇൻ ദ ആർക്കിയോളജിക് സാമ്പിൾ. ഓൾഡ് ആയിട്ടുള്ള പല സാധനങ്ങളിലൊക്കെ കാണുന്ന, ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഹൈജീൻ അല്ലെങ്കിൽ അസെപ്റ്റിക് കണ്ടീഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ PCR ഒപ്റ്റിമം ലെവലിൽ നടക്കാതെ വരും, അത് എൻ്റർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ദീസ് ആർ ദ സം ഓഫ് ദ ഫാക്ടർ വിച്ച് വിൽ ഒപ്റ്റിമൈസ് ദ PCR. Now coming to the variation of PCR, അപ്പോൾ കുറെ ടൈപ്പ് PCR-കൾ ഉണ്ട്. നെസ്റ്റഡ് PCR, ഇൻവേഴ്സ് PCR, ആങ്കേർഡ് PCR, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ PCR or RT-PCR ആൻഡ് റിയൽ ടൈം ക്വാണ്ടിറ്റേറ്റീവ് PCR. ഇത്രയും പേരുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഡിഫറെന്റ് പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നെസ്റ്റഡ് ആയിട്ടുള്ള പ്രൈമർ സെറ്റ് യൂസ് ചെയ്യുന്ന സമയത്താണ് നെസ്റ്റഡ് PCR യൂസ് ചെയ്യുന്നത്. അഡ്ജസന്റ് ആയിട്ടുള്ള അൺനോൺ സീക്വൻസ് ഫ്രം സർക്കുലൈസ്ഡ് ടെംപ്ലേറ്റ് എന്നൊക്കെ PCR ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവേഴ്സ് PCR ചെയ്യുന്നത്. സംടൈം അൺനോൺ സീക്വൻസിനെയൊക്കെ പ്രൈമർ അറ്റാച്ച്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് ആങ്കേർഡ് PCR എന്ന് പറയും. If we want to amplify as well as quantify at real time for an DNA amplification, we can go for real time quantitative PCR. And this is the our important PCR, that is reverse transcription PCR. ഇപ്പൊ എന്തായിരുന്നു ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്? ഇറ്റ് ഈസ് എ കൺവേർഷൻ ഓഫ് DNA into RNA. So what is the role of reverse transcriptase enzyme in order to produce DNA from RNA? Okay, so this will be used. What is the use of PCR? We are going to amplify the DNA. Okay, DNA ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് PCR യൂസ് ചെയ്യുന്നത്. നമുക്ക് DNA ഇല്ല എന്ന് വിചാരിക്കാം, DNA ഇല്ലാത്തൊരവസ്ഥ വന്നു. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? RNA മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. RNA ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? നമുക്ക് PCR യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ PCR-ൽ എന്ത് പറ്റും? DNA നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ DNA ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് യൂസ് ചെയ്തിട്ട് കോംപ്ലിമെന്ററി DNA നമ്മൾ ഉണ്ടാക്കിയെടുക്കും. RNA-ന്ന് കോംപ്ലിമെന്ററി DNA ഉണ്ടാക്കിയെടുക്കും. ആ കോംപ്ലിമെന്ററി DNA യൂസ് ചെയ്തിട്ട് നമ്മൾ PCR ചെയ്യും. അതിനെയാണ് റിവേഴ്സ്
ട്രാൻസ്ക്രിപ്ഷൻ PCR എന്ന് പറയുന്നത്. PCR ഫോർ RNA മോളിക്യൂൾ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് RT-PCR എന്ന് പറയുന്ന ഈ സിമ്പിൾ സാധനം എന്ന് പറയുന്നത്. ഇറ്റ് വിൽ കൺവേർട്ട് RNA to the complementary DNA by using an enzyme, that is reverse transcriptase enzyme, and this complementary DNA will act as a template for PCR. സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനമാണ് കോംപ്ലിമെന്ററി DNA എന്ന് പറയുന്നത്. നമ്മൾ എന്തായാലും DNA എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെട്ട് ഡീനാച്ചുറേറ്റ് ചെയ്തിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടാക്കിയെടുക്കണം. അതിന് പകരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കോംപ്ലിമെന്ററി DNA ആസ് സച്ച് നമുക്ക് PCR വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് വി ഹാവ് ടു യൂസ് റാൻഡം പ്രൈമേഴ്സ്, ഒളിഗോ ന്യൂക്ലിയോട്ടൈഡ് DTP പ്രൈമേഴ്സ് ആസ് വെൽ ആസ് സീക്വൻസ് പ്രൈമർ ഫോർ ദ PCR ഓഫ് RNA. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് RNA വൈറസസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. RNA വൈറസസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് RT-PCR എന്ന് പറയുന്ന റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സ്. അതുകൊണ്ടാണ് കൊറോണ വൈറസിന്റെ സമയത്ത് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി RT-PCR ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊറോണ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ പ്രൊഫൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന വൈറസ് സാമ്പിൾ RT-PCR ചെയ്യുന്ന സമയത്ത് എക്സാക്ട് DNA സീക്വൻസ് തരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൺഫേം ചെയ്യാം, ദിസ് ഈസ് ആൻ കൊറോണ വൈറസ് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു RT-PCR നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് RT-PCR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ഹാവ് ആൻ RNA ടെംപ്ലേറ്റ്. So we have to use an reverse transcriptase enzyme to produce the complementary DNA from this messenger RNA, and we will use this messenger RNA for template for the PCR in order to increase the number of genetic material. Okay, now finally the application of PCR. For the application we have clinical diagnosis, we have some other DNA sequencing as well as other examples. So for clinical diagnosis, once again it is used for prenatal diagnosis as we discussed in the application of rDNA or genetic engineering. We are using this PCR by using chorionic villus sample or cell from amniosis to identify some diseases like sickle cell anemia, beta thalassemia and phenylketonuria. And for the detection of retroviral infection like HIV virus in detection വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. For the detection of bacterial infection by Mycobacterium tuberculosis, for the detection of or diagnosis of cancer which is caused by human papilloma virus, again it's an RNA virus. Then for sex determination and disorders from the sex-linked disorders ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഫ്രം ഫെർട്ടിലൈസ്ഡ് എംബ്രയോസിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ് ഇസ് അൺഎത്തിക്കൽ, ഇത് ലീഗൽ അല്ല ഈ പറഞ്ഞ പരിപാടി എന്നുള്ളത് അതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. ഓക്കെ, now another application is DNA sequencing. Already നമ്മൾ genetic engineering ന്റെ applications പറഞ്ഞ എല്ലാ കാര്യങ്ങളുമാണ്. But when we are comparing with the in vivo method of rDNA, PCR is very fast and very simple process. നമുക്കൊരു സെൽ ഫ്രീ ആയിട്ടാണ് ഈ പറയുന്ന പ്രോസസ്സ് നടത്താം. rDNA ടെക്നോളജിക്കും നമ്മൾ സെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു, DNA സീക്വൻസിങ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എന്താണ്, സെല്ല് യൂസ് ചെയ്യണം, കൾച്ചർ ചെയ്യണം, മൈക്രോ ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്ത് കിട്ടുന്ന ജീനിനെ എക്സ്പ്രസ് ചെയ്തെടുക്കണം. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. വി ഹാവ് ദ റെഡിമെയ്ഡ് സൊല്യൂഷൻ ആൻഡ് ജീൻ മാനിപ്പുലേഷൻ ആൻഡ് ജീൻ എക്സ്പ്രഷൻ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് rDNA ടെക്നോളജി വി ക്യാൻ ഗോ ഫോർ ദ ഇൻ വിട്രോ മെത്തേഡ്, ദാറ്റ് ഈസ് ദ PCR. അതിനും PCR നമുക്ക് പോകാൻ പറ്റും. Then comparative genomics and evolution biologics. So evolution studiesന് നോക്കാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ഫോർ ദ പ്ലാന്റ്സ് ആസ് വെൽ ആസ് അനിമൽസ്, ഏത് ട്രയറ്റ് ആണ് കൂടുതൽ ഈ അനിമലിൽ ഉള്ളത്, അപ്പൊ ആ ട്രയറ്റ് കൂടുതലുള്ള അനിമൽസിന്റെ സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ജനറ്റിക് മെറ്റീരിയൽ സീക്വൻസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. Then forensic medicines if you are available with few samples of 1 drop of blood, ആ ഒരു 1 ഡ്രോപ്പിൽ നിന്നാണ് നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് DNA സീക്വൻസ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PCR യൂസ് ചെയ്തിട്ടാണ്. അവിടെ നമുക്ക് rDNA ടെക്നോളജിക്ക് പറ്റില്ല, കാരണം അതിനുള്ള സാമ്പിൾ നമ്മളെ കയ്യിലില്ല. ചെറിയൊരു ചിലപ്പോൾ ഒരു ഹെയർ മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ ക്രൈം സീനിൽ നിന്ന്. ആ ഹെയറിൽ നിന്നാണ് സെല്ലിന്റെ അകത്തുനിന്ന് ജനറ്റിക് മെറ്റീരിയലിന്റെ PCR ചെയ്തിട്ട് അതിന്റെ DNA സീക്വൻസ് കൂടുതലാക്കി ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, when we are comparing with the gene cloning or rDNA technology, it will give better efficiency, minute starting of DNA, minimal requirement ആണ്, ഏറ്റവും സ്മോളസ്റ്റ് DNA സെഗ്മെന്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, കോസ്റ്റ് എഫക്റ്റീവ് ആണ്.
minimum technical skill, we have the equipments available and rapid time factors. Okay, and there are some planned applications like PCR നമുക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്ലാന്റ് സയൻസ്, വാരീഡ് റിസർച്ച് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെസിഫിക് ഡിസീസസുകൾ അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചറിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് PCR എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കുറെ വെജിറ്റബിൾസുകൾ നമ്മൾ ടിഷ്യൂ കൾച്ചർ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ആ മോഡിഫൈ ചെയ്തിട്ടുള്ള വെജിറ്റബിൾസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വൈറൽ ഇൻഫെക്ഷനോ വരാത്ത രീതിയിൽ അല്ലെങ്കിൽ കെമിക്കൽസിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്ന രീതിയിലുള്ള വെജിറ്റബിൾസുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇതൊക്കെ കുറച്ചു കാലം മുമ്പ് ന്യൂസ് പേപ്പറിലൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നോർമൽ ആയിട്ടുള്ള വിത്തുകളൊന്നും ഇനി ഉണ്ടാവില്ല, ഈ ഹൈലി ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സീഡ്സുകളായിരിക്കും നമ്മൾ ഇനി അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പൊ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന PCR യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദീസ് ആർ ദ റെഫറൻസസ്. വൺസ് അഗെയിൻ, PCR എന്ന് പറഞ്ഞ എല്ലാ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ആസ് എൻ 10 മാർക്ക് ക്വസ്റ്റ്യൻ, ആസ് എൻ 5 മാർക്ക് ക്വസ്റ്റ്യൻ, ആസ് എൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇതിൽ നോക്കുകയാണെങ്കിൽ 24, 25, 23, 22, 21, 24 കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രം ഒന്ന് ആഡ് ചെയ്യാണ്. ഏതെങ്കിലും ഒരു മാർക്കിന് ഇത് സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. സ്റ്റെപ്സ് ഇമ്പോർട്ടന്റ് ആണ്, പ്രിൻസിപ്പിൾ ഇമ്പോർട്ടന്റ് ആണ്, അപ്ലിക്കേഷൻ ആൻഡ് റിക്വയർമെന്റ്സുകൾ. ഓക്കെ, ഇത്രയാണ് ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. താങ്ക് യു.